ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു മഷ്റൂം മസാലയുടെ റെസിപ്പിയാണ് കേട്ടോ. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ പെട്ടെന്ന് ഇതിനേക്കാൾ ഈസി ആയിട്ടൊരു മസാലക്കറി ഉണ്ടാക്കാൻ പറ്റുമോ എന്നറിയില്ല കേട്ടോ. അപ്പോൾ വളരെ ഈസിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായ ഈ ഒരു സിമ്പിൾ മഷ്റൂം മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ മഷ്റൂം മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഒരു 8 കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാനതൊന്ന് ഇളക്കി ചൂടാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് എണ്ണം ഉള്ളതായി തോന്നുന്നത് കേട്ടോ. 8 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മല്ലി ചേർത്ത് കൊടുക്കാം. അതായത് മുഴുവൻ മല്ലി 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ ഫെന്നൽ സീഡ്, അതായത് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. മറ്റേ 2 നമ്മൾ ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുരുമുളക് ചേർത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം ഉണ്ടല്ലോ, നമ്മൾ അവിയലിലൊക്കെ ചേർക്കുന്ന ജീരകം, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 3 ഗ്രാമ്പൂ, ഒരു 2 ഏലക്കായ കുറച്ച് വലുതാണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. തീ കൂട്ടി വെക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇവിടെ മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകം മതിയാവും. ഈ സമയത്ത് ഞാനിപ്പം തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് തണുത്ത ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് മഷ്റൂം മസാല തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഈ കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ വേപ്പില ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം വലുപ്പത്തിലുള്ള 2 സവോള കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ സവോള നമ്മളെപ്പോഴും പറയണ പോലെ തന്നെ പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ കഴിയുമേ. അതിനു വേണ്ടി ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് സമയം വഴറ്റുമ്പോഴേക്കും തന്നെ സവോള നല്ലതായിട്ട് റെഡിഷ് കളറിലേക്ക് വന്നു തുടങ്ങും കേട്ടോ. ഇപ്പോൾ നമ്മളുടെ സവോളയുടെ കളറൊക്കെ ചേഞ്ചായി റെഡിഷ് കളറിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പേസ്റ്റ് ഉള്ളത് കൊണ്ട് അതങ്ങ് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അതും കൂടെ ചേർത്ത് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ നല്ല മൂത്ത മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ മഷ്റൂമാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ഗ്രാമാണ് ഞാൻ മഷ്റൂം എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂമാണ്. അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഒരു 2 മിനിറ്റ് സമയം ഇങ്ങനെ ഒന്ന് സവോളയും ഈ മഷ്റൂമും എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പൗഡർ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും മഷ്റൂമിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരുവേ. ആ വെള്ളം തന്നെ മതിയാവും ഇത് വെന്ത് വരാനായിട്ട്. അപ്പോൾ ഇൻ കേസ് ചില മഷ്റൂമിൽ നിന്ന് ചിലപ്പോൾ അങ്ങനെ വെള്ളം വരാറില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് അടച്ച് വെക്കുക. ആദ്യം ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അങ്ങനെ വെള്ളം വരുന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കണ്ട. അതല്ല, അതിൽ നിന്ന് വെള്ളം ഒട്ടും ഇറങ്ങി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം നിങ്ങൾ നന്നായിട്ട് തിളപ്പിച്ച് അതായത് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. എനിക്കിപ്പോൾ ഇതിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നതുകൊണ്ട് തന്നെ ഞാനിതിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൽ ഒരു 5 മിനിറ്റും കൂടി അടച്ച് വെച്ചിട്ട് നമ്മളൊന്ന് ഓപ്പൺ ചെയ്തതാണിത്. അപ്പോൾ നന്നായിട്ട് ഈ മഷ്റൂമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ. ഇനി ലാസ്റ്റായിട്ട് ഒരു ഭംഗിക്കും നല്ലൊരു മണം കിട്ടാനൊക്കെ വേണ്ടി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയില ചേർക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ.